നമ്മൾ നോക്കേണ്ടത് മുസ്ലിം ലീഗിനെ BJP കടന്നാക്രമിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു വിലപേശൽ, അതുകൂടാതെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിൽ മുസ്ലിം ലീഗിനുള്ള റോൾ, ഇതിനെയൊക്കെ BJP വലിയ തോതിൽ വിമർശിച്ചിരുന്നു. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ BJPയുടെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ പ്രതിരോധം തീർത്തത്, മുസ്ലിം ലീഗിനേക്കാൾ പ്രതിരോധം തീർത്തത് CPM നേതാക്കളാണ്, CPM യുവജന നേതാക്കളാണെന്ന് പറയേണ്ടി വരും. SFIയുടെ പ്രസിഡന്റ്, SFIയുടെ സെക്രട്ടറി, അതുകൂടാതെ DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ VK സനോജ്, ഇവരെല്ലാം ലീഗിനെ മുൻനിർത്തിയുള്ള BJPയുടെ അറ്റാക്ക് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അറ്റാക്ക് ആണെന്നുള്ള ആ ഒരു നെറേറ്റീവിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് നടത്തിയത്. അതായത് മുസ്ലിം ലീഗ് എന്താണോ പറയുന്നത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നൊരു ഫാഷൻ എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുവന്ന ഒരു ടെക്നിക്കാണ്. അതായത് ഇത്തരം സംഘടനകളെ വിമർശിക്കുമ്പോൾ, മുസ്ലിം ലീഗിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, അത് മുസ്ലിം മതത്തിനെതിരാണെന്നുള്ളൊരു വിവക്ഷ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ CPMൻ്റെയും DYFIൻ്റെയും ഒക്കെ നേതാക്കൾ ഏറ്റുപിടിച്ചിരിക്കുന്നത്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മറ്റൊരു കാര്യം, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കടന്നാക്രമിച്ച് മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് പ്രവർത്തകരൊക്കെ രംഗത്ത് വന്നപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. അതുകൂടാതെ തന്നെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തി. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനൊന്നും ഒരു തരത്തിലും ഈ പറയുന്ന CPM നേതാക്കൾ രംഗത്ത് വന്നില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇലക്ഷന് മുമ്പ് അതായിരുന്നില്ല സാഹചര്യം.